പുനർജന്മം എന്നത് നമുക്കറിയാൻ കഴിയാത്ത ഒരു മിഥ്യയാണ്. എന്നാൽ നമ്മുടെ മുൻകാല ജീവിതം വെളിപ്പെടുത്തുന്ന ചില യന്ത്രങ്ങൾ ഉടൻ എത്തുമെന്നാണ് പ്രവചനം. ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലിവിംഗ് നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ബ്രസീലുകാരനായ ആദോ സലോമിയാണ് പ്രവചനം നടത്തിയത്. മൈക്രോസോഫ്റ്റിന്റെ ആഗോള തകർച്ച, കൊറോണ മഹാമാരി, എലിസബത്ത് രാജ്ഞിയുടെ മരണം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മുടെ മുൻകാല ജീവിതങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന്റെ വാക്കിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സാങ്കേതിക വിദ്യ ആത്മാവിനെ ഡീകോഡ് ചെയ്യുകയും സ്വപ്നങ്ങൾ ഹാർഡ് ഡ്രൈവിലെ ഫയലുകൾ പോലെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുകയാണെന്നാണ് സലോമി വിശ്വസിക്കുന്നത്. നിരവധി ശാസ്ത്രജ്ഞർ ക്ലിനിക്കൽ ഗവേഷണ മേഖലയിൽ ഇത് സംബന്ധിച്ച ഗവേഷണത്തിലാണ്. മരണത്തോടടുത്ത അനുഭവങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പഠനം അവിയർ സെക്കൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയസ്തംഭനം ഉണ്ടായ ചിലർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട സമയത്ത് നൽകിയ ചില അനുഭവങ്ങൾ ഇത്തരം ഗവേഷണങ്ങൾക്ക് ശക്തി പകർന്നിരുന്നു. അവരുടെ തലച്ചോറിലെ പാറ്റേണുകൾ അറിവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. മരണം സംഭവിച്ചതായി തോന്നിയതിനു ശേഷവും ബോധം നിലനിൽക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സലാമി പറയുന്നത് മരണാനന്തര ജീവിതത്തിന്റെ തെളിവല്ല, മറിച്ച് മനസ്സ് നമുക്ക് സങ്കല്പിക്കുന്നതിലും കൂടുതൽ സംഭരിക്കുന്നു എന്നതിന്റെ തെളിവാണത് എന്നാണ് പറയുന്നത്. സമീപ വർഷങ്ങളിൽ ജപ്പാൻ സ്വപ്നങ്ങൾ വീഡിയോ ഫയലുകളെ രേഖപ്പെടുത്താൻ കഴിവുള്ള ഒരു യന്ത്രം കണ്ടുപിടിച്ചു എന്ന അവകാശവാദങ്ങൾ നടത്തിയത് സോഷ്യൽ മീഡിയയെ അമ്പരപ്പിച്ചിരുന്നു. അമേരിക്കയിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഈ മേഖലയിൽ വൻ പരിവർത്തനം വരുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ വർഷം തലച്ചോറിൽ ഘടിപ്പിച്ച ചെറിയ ഉപകരണങ്ങൾ വഴി രോഗികളുടെ ഓർമ്മശക്തി 54% വരെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. എലോൺ മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയായ ന്യൂറാലിങ്കും ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തി വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൗതുകമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻജന്മമാണോ, അതോ ഇനി വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ചാണോ അറിയാൻ താല്പര്യമെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.